അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കുട്ടിയെ പരിശോധനയ്ക്ക് നടത്തി. ഡോക്ടർ പറഞ്ഞു കുട്ടി മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ്. മണിക്കൂറുകൾ കഴിഞ്ഞ് മാതാപിതാക്കൾ വലിയ സങ്കടത്തിലാണ്. അതാ കുട്ടികൾ ശരീരം ഇങ്ങനെ അനക്കുന്നുണ്ട്, കുട്ടിക്ക് ജീവനുണ്ട് എന്ന കാര്യം ഉറപ്പായി. ഒരു മരിച്ചു എന്ന് എല്ലാ പരിശോധന നടത്തി മരിച്ചു എന്ന് ഉറപ്പിച്ചൊരു കുട്ടി ജീവിച്ചു എന്നുള്ളത് പണ്ട് കാലത്തൊക്കെ നാം കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ഇത് നടക്കുമെന്ന് പറയുമ്പോൾ അത്ഭുതമാണ്. ഇത് ഇന്നലെ നടന്നൊരു സംഭവമാണ്. അത്ഭുതം. രാത്രി 4 മണിക്കാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. മരണപ്പെട്ടു എന്ന് കുട്ടിയെക്കുറിച്ച് നല്ല രീതിയിൽ പരിശോധനയ്ക്ക് നടത്തിയിട്ട് അവസാനം ഡോക്ടർ പറയാണ് എന്തു ചെയ്യാൻ പറ്റൂല, കുട്ടി മരണപ്പെട്ടു എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് കുട്ടിയെ മരിച്ചു എന്നുള്ള റിപ്പോർട്ട് ചെയ്യുകയും മാത്രമല്ല, ഗർഭിണിയായ ഭാര്യ, നോക്ക്, ഈ ഭാര്യ ഗർഭിണിയാണ്. ഭാര്യ ഗർഭിണി എന്ന് പറയുമ്പോൾ ഈ 9 മാസം ഗർഭം ചുമന്ന ഉമ്മാക്കറിയാതിൻ്റെ വേദന. നിരന്തരമായി പ്രാർത്ഥനയല്ലേ ഒരു കുഞ്ഞിക്കാള് കാണാൻ വേണ്ടി ആ ദമ്പതികൾ വലിയ ആഗ്രഹനും പ്രതീക്ഷയോടുകൂടി. ഡോക്ടർമാർ എന്ന് പറയുമ്പോൾ അവർ ജീവൻ തുല്യമായിട്ടാണ് സ്നേഹിക്കുന്നത്. കാരണം നമ്മെ രക്ഷപ്പെടുത്താൻ അവർ നമുക്കൊരു മാർഗമാണല്ലേ. അങ്ങനെയാണ് ഈ കുട്ടിയെ, ഈ ഭാര്യയെ കൊണ്ടുവരുന്നത്. രാത്രിയാണ് കൊണ്ടുവരുന്നത്. 4 മണി നേരത്ത് പരിശോധന നടത്തുന്നു. എല്ലാ രീതിയിലുള്ള പരിശോധന ഈ സിവിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അൾട്രാസൗണ്ട് സ്കാൻ എല്ലാം നടത്തി. എന്നിട്ട് പറഞ്ഞു കുട്ടിയിൽ ഒരു ചലനവും കാണുന്നില്ല, കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഗർഭപാത്ത് ചെയ്യണമെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത്. അതിനെ നിർദ്ദേശിച്ചു. ഭർത്താവിനിത് സങ്കടപ്പെട്ടു. ഭർത്താവിന് ഇതൊന്നും അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഭർത്താവ് പെട്ടെന്ന്, നല്ലൊരു തൻ്റെയുള്ള ഭർത്താവാണ്, പെട്ടെന്ന് ഭാര്യയെ അടുത്ത ഒരു ഖാസഗി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആശുപത്രിയിൽ പോയി പരിശോധന നടത്തി. ഡോക്ടർ പറഞ്ഞ് കുട്ടിക്കൊരു പ്രശ്നമില്ല, നല്ല ആരോഗ്യമുണ്ട് എന്ന് പറഞ്ഞു. അതാ മണിക്കൂറുകൾ കഴിയുമ്പോൾ ഭാര്യയ്ക്ക് വീണ്ടും പ്രസവവേദന വരുന്നു. കുട്ടിയെ ജനിക്കുന്നു. നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞുമോനെയാണ് ആ സഹോദരി പ്രസവിക്കുന്നത്. എത്രത്തോളം ഈ ഡോക്ടർമാരുടെ ഒരു അവഗണന നോക്കണം. ഇത് ഗവൺമെൻറ്, അതായത് സർക്കാർ ആശുപത്രിയിൽ നടന്ന ഒരു സംഭവമാണ്. നോക്കൂ, ഇത്രത്തോളം ഒരു അവഗണന. ഒരുപാട് പ്രതീക്ഷയോടുകൂടി ആ പൊന്നു ഭാര്യയെ ഭർത്താവ് കൊണ്ടുപോയി ഡോക്ടർ മുമ്പിൽ സമർപ്പിക്കും. പറയുന്നത് കുട്ടി മരണപ്പെട്ടു, എല്ലാ ചെക്കപ്പും കഴിഞ്ഞു. കുട്ടി എത്രത്തോളം എന്ന് പറഞ്ഞാൽ അൾട്രാസൗണ്ട് സ്കാൻ നടത്തി, എല്ലാം നടത്തി. കുട്ടിയിൽ ഒരു ചലനവുമില്ല, അതുകൊണ്ട് കുട്ടിയെ എടുക്കണമെന്നായിരുന്നു. ഒരുപക്ഷെ ആ ഡോക്ടർ നിർദ്ദേശിച്ചതുപോലെ ഇയാൾ ചെയ്തിരുന്നെങ്കിൽ ആ കുട്ടി മരണപ്പെട്ടുമായിരുന്നു. പെട്ടെന്ന് അടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ സഹോദരി നല്ല സുന്ദരനായ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ഈ ഒരു സംഭവം നടക്കുന്നത് മധ്യപ്രദേശിയുടെ സത്ന എന്ന് പറയുന്ന ജില്ലയിലാണ്. എവിടെ വേണമെങ്കിലും നടക്കട്ടെ, നമുക്കിത് വേദനിപ്പിക്കുന്നത് ആ കുടുംബത്തെ അവർ അവഗണിച്ച ഒരു അവഗണനം. അവർക്കറിയില്ല അവരവരുടെ വേദന അല്ലേ. പാവങ്ങളാകുമ്പോൾ പെട്ടെന്ന് പോകുന്നത് ഗവൺമെൻറ് ആശുപത്രിയിലേക്കാണ്. അവിടെ അവർക്ക് തോന്നിയതുപോലെ പറയാം. വല്ലാത്ത സങ്കടപ്പെട്ട ചെറുപ്പക്കാർ. അള്ളാഹു ഇത്രയും ക്രൂരന്മാരായ, നിർലക്ഷിക്കപ്പെടുന്ന ഡോക്ടർമാരുടെ ശരണ തൊട്ട് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അൽഹംദുലില്ലാ, ഇന്ന് ആ കുടുംബം സന്തോഷത്തിലാണ്. വല്ലാത്ത വേദന ഉണ്ട്. കാരണം ആ ഡോക്ടർ പറഞ്ഞതുപോലെ നാം ചെയ്തിരുന്നെങ്കിൽ നമുക്കിന്നൊരു കുട്ടിയെ നഷ്ടപ്പെടുമായിരുന്നു എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരൊക്കെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പെട്ടെന്നൊരു തീരുമാനം. ഈ അടുത്താണ് ഒരു കുട്ടിയെ പനി വരുന്നു പറഞ്ഞ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതാണ്. ഡോക്ടർ പറഞ്ഞ് നിങ്ങളുടെ മകൾ ഗർഭിണിയാണെന്ന്. എത്ര വേദന ഉണ്ടാക്കുന്നൊരവസ്ഥ നോക്ക്. ആ കുട്ടിയെക്കുറിച്ച്, ആ കുട്ടിക്കിന്ന് സ്കൂളിൽ പോകാൻ പോലും പറ്റുന്നില്ല. പലരും ആ കുട്ടിയെക്കുറിച്ച് എന്തെല്ലാം പറയുന്നതാണ്.
ആ കുട്ടി വേദനയോടുകൂടിയാണ് മാധ്യമങ്ങളോട് റിപ്പോർട്ട് ചെയ്ത ആ സംഭവം നാം കണ്ടത്. അള്ളാഹു ഇത്രത്തോളം ഒരു മനുഷ്യൻ്റെ ജീവനെ നിസാരമായി കാണുന്ന ഡോക്ടർമാരുടെ ശല്യത്തെ തൊട്ട് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.